അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ലേൺ അറബിക് വിത്ത് മിന്ന സലിം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് 5ാം ക്ലാസ്സിൻ്റെ മുസ്ലിമീങ്ങളുടെ ഇന്ത്യൻ പാരമ്പര്യം എന്ന കിതാബിലെ 10ാമത്തെ പാഠഭാഗമാണ്. പാഠം 10 കുഞ്ഞഹമ്മദ് ഹാജി വാരിയംകുന്നത്ത് 1875 1922. ആലി മുസ്ലിയാരോടൊപ്പം മലബാർ കലാപത്തിന് നേതൃത്വം നൽകിയ ആളായിരുന്നു വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി. തെക്കേ മലബാറിൽ ഖിലാഫത്ത് ഗവൺമെൻറ് സ്ഥാപിച്ച് ബ്രിട്ടീഷുകാരെ വെല്ലുവിളിച്ച ധീരദേശാഭിമാനിയായിരുന്നു അദ്ദേഹം. 1921 ഓഗസ്റ്റ് 22 മുതൽ 1922 ജനുവരി 6 വരെ അദ്ദേഹത്തിൻ്റെ അധികാരാതിർത്തിയിൽ എത്തി നോക്കാൻ പോലും ബ്രിട്ടീഷ് പട്ടാളത്തിന് കഴിഞ്ഞില്ല. വിപ്ലവം പരാജയപ്പെടുമെന്നുറപ്പായിട്ടും യുദ്ധം ചെയ്ത് മരിക്കാൻ ഗറില്ല സമരം നടത്തി ബ്രിട്ടീഷുകാരെ വിറപ്പിച്ചുകൊണ്ടിരുന്ന ഹാജിയെ കീഴ്പ്പെടുത്താനുള്ള എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടു. അപ്പോൾ പോർച്ചുഗീസുകാർ ചെയ്തതുപോലെ ചതിവിൽ കാര്യം നേടാനുള്ള കൗശലമാണ് ബ്രിട്ടീഷുകാരും പ്രയോഗിച്ചത്. ഹാജിയുമായി വളരെ അടുപ്പമുണ്ടായിരുന്ന പോലീസ് ഇൻസ്പെക്ടർ രാമനാഥ അയ്യരെയും ഹെഡ് കോൺസ്റ്റബിൾ കൃഷ്ണപ്പണിക്കരെയും കോൺസ്റ്റബിൾ ഗോപാലമേനോനെയും അധികാരികൾ ഒരു സന്ദേശവുമായി ഹാജിയുടെ അടുത്തേക്ക് അയച്ചു. ബ്രിട്ടീഷുകാർക്കെതിരായ യുദ്ധം നിർത്തണമെന്നും ഹാജിയുടെ പേരിൽ ഗവൺമെൻറ് യാതൊരു ശിക്ഷാ നടപടിയും എടുക്കില്ലെന്നും മക്കയിലേക്ക് നാടുകടത്തുക മാത്രമേ ചെയ്യുകയുള്ളൂ എന്നും വാഗ്ദാനം ചെയ്തു. എന്നാൽ മക്ക എനിക്ക് ഏറെ പ്രിയപ്പെട്ട രാജ്യമാണെന്നും ഏറനാട് വള്ളുവനാടിൻ്റെ മണ്ണിൽ മരണപ്പെടാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നും അദ്ദേഹം അറിയിച്ചു. ഈ വാഗ്ദാനം അദ്ദേഹം സ്വീകരിച്ചില്ല. പിന്നീട് 20 അനുയായികളോടൊപ്പം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. മുൻ വാഗ്ദാനം ലംഘിച്ചുകൊണ്ട് പോലീസ് അവരെ കയ്യാമം വെച്ച് മേലധികാരികൾക്ക് കൈമാറുകയും വിചാരണ എന്ന പ്രഹസനം നടത്തിയ ശേഷം പട്ടാളക്കോടതി അവരെ തൂക്കിക്കൊല്ലാൻ വിധിച്ചു. 1922 ജനുവരി 20 അദ്ദേഹത്തെയും കൂട്ടുകാരെയും മലപ്പുറം കോട്ടക്കുന്നിൻ്റെ ചരിവിൽ വെച്ച് കൊല്ലുകയാണ് ചെയ്തത്. ഹാജിയെ നേരത്തെ 2 പ്രാവശ്യം നാടുകടത്തിയിരുന്നു. 1894 ഹാജിക്ക് 33 വയസ്സുള്ളപ്പോൾ മണ്ണാർക്കാട് ലഹളയിൽ പങ്കെടുത്തതിന് അദ്ദേഹത്തെയും പിതാവ് മൊയ്തീൻ ഹാജിയെയും ആൻഡമാനിലേക്ക് നാടുകടത്തിയിരുന്നു. കാലാവധി കഴിഞ്ഞ് തിരിച്ചെത്തിയ ഹാജിയെ വീണ്ടും 1896 മഞ്ചേരി ലഹളയിൽ പങ്കെടുത്തതിൻ്റെ പേരിലാണ് അറേബ്യയിലേക്ക് നാടുകടത്തിയത്. ഹാജിയുടെ പിതാവും അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും ഉൾപ്പെടെ ധാരാളം മാപ്പിളമാർ ബ്രിട്ടീഷ് വിരുദ്ധ ലഹളകളിൽ മരണപ്പെടുകയുണ്ടായി. പാഠഭാഗം വ്യക്തമായി എന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് എക്സസൈസ് നോക്കാം. 1. ഉത്തരം എഴുതുക. ബ്രിട്ടീഷുകാർ കുഞ്ഞഹമ്മദ് ഹാജിക്ക് അയച്ച സന്ദേശത്തിലെ വാഗ്ദാനം എന്തായിരുന്നു? ബ്രിട്ടീഷുകാർക്കെതിരായ യുദ്ധം നിർത്തണമെന്നും ഹാജിയുടെ പേരിൽ ഗവൺമെൻറ് യാതൊരു ശിക്ഷാ നടപടിയും എടുക്കില്ലെന്നും മക്കയിലേക്ക് നാടുകടത്തുക മാത്രമേ ചെയ്യുകയുള്ളൂ എന്നുമായിരുന്നു വാഗ്ദാനം. 2. ഹാജിയെയും പിതാവിനെയും ആൻഡമാനിലേക്ക് നാടുകടത്തിയത് എന്തിനായിരുന്നു? 1894 ഹാജിക്ക് 33 വയസ്സുള്ളപ്പോൾ മണ്ണാർക്കാട് ലഹളയിൽ പങ്കെടുത്തതിനാണ് അദ്ദേഹത്തെയും പിതാവിനെയും ആൻഡമാനിലേക്ക് നാടുകടത്തിയത്. 3. മഞ്ചേരി ലഹളയുടെ കാരണമെന്ത്? ഇവിടെ തന്നിരിക്കുന്ന പാരഗ്രാഫ് വായിച്ചു നോക്കുക. അതിനുശേഷം മഞ്ചേരി സമരത്തെക്കുറിച്ച് നിങ്ങൾ സ്വന്തമായി എഴുതുക. അടുത്തത് വർഷം എഴുതുക. 1. ഹാജിയെ ആൻഡമാനിലേക്ക് നാടുകടത്തിയത് ഏത് വർഷമാണ്? 1894. 2. അറേബ്യയിലേക്ക് നാടുകടത്തിയത് എന്നാണ്? 1896. 3. മഞ്ചേരി ലഹള നടന്നത്. മഞ്ചേരി ലഹള എന്നാണ് നടന്നത്? 1896. ഇതോടുകൂടി നമ്മുടെ പാഠഭാഗത്ത് തന്നിട്ടുള്ള ചോദ്യോത്തരങ്ങൾ അവസാനിക്കുകയാണ്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി കാണും വരെ മഅസ്സലാമ.